രാജ്യസഭാ സീറ്റിന് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നതിനിടെ സീറ്റ് ആവശ്യപ്പെടാൻ CPIയും തയ്യാറെടുക്കുന്നു. ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് ആവശ്യപ്പെടാനാണ് CPIയുടെ നീക്കം. സീറ്റ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നും CPI നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെന്ന് മുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഫീദ്, ഇത് CPMനെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നമായി മാറാൻ പോവുകയാണോ? കേരള കോൺഗ്രസ് എമ്മിന്റെ അവകാശവാദം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ CPI കൂടി രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നം ഇടതുമുന്നണി കൈകാര്യം ചെയ്യുക? വരും ദിവസങ്ങളിൽ CPMനെ സംബന്ധിച്ചൊരു സമ്മർദ്ദമായി മാറാൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ്. ജൂലൈ മാസം 1-ം തീയതിയാണ് 3 സീറ്റുകളിൽ ഒഴിവ് വരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമ, കേരള കോൺഗ്രസ് എമ്മിന്റെ അധ്യക്ഷൻ ജോസ് കെ മാണി എന്നിവരൊഴിയുന്ന സീറ്റുകളാണ്. സ്വാഭാവികമായും നിലവിലത്തെ കേരള നിയമസഭയിലെ അംഗബലം വെച്ച് 2 സീറ്റുകൾ ഷുവറാണ്. സ്വാഭാവികമായും ഈ 2 സീറ്റുകളിൽ ഒരെണ്ണം ഏറ്റെടുക്കാൻ നിലവിൽ ഇപ്പോൾ CPMൽ ചില ആലോചനകളും ചില തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. എം സ്വരാജ് അടക്കമുള്ള ആളുകളെ പരിഗണിക്കാനാണ് നീക്കം. പിന്നെയാണ് മറ്റൊരു സീറ്റ്. ആ സീറ്റിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ തർക്കമുണ്ടാകുന്നത്. കേരള കോൺഗ്രസ് എം ഇതുമായി ബന്ധപ്പെട്ട പരസ്യ അവകാശവാദം ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ CPIയുടെ സീറ്റ് CPIക്ക് തന്നെ എന്നുള്ളതാണ് CPI നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. സീറ്റ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ലെന്നും നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കും. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യത്തെ എങ്ങനെയായിരിക്കും മുന്നണിയിൽ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായി മാറുക. അതേസമയം ഈ വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് LDF നേതൃത്വം അറിയിക്കുന്ന വിഷയം. രാജ്യസഭാ സീറ്റ് വിഷയമോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ മുന്നണിയിൽ ഉയർന്നിട്ടില്ല. ആരും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും LDF നേതൃത്വം വിലയിരുത്തുന്നു. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച സമീപനം അത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ നടക്കുമുള്ളതാണ് വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമായി മാറുക. ഗോപികൃഷ്ണൻ. ഷഫീദ്, ഈ കേരള കോൺഗ്രസ് എം സ്വാഭാവികമായും അവരുടെ ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി, പ്രത്യേകിച്ച് ജോസ് കെ മാണിയാണ് ഉള്ളത്, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കാനല്ലേ സാധ്യത? അങ്ങനെയാണെങ്കിൽ പിന്നെ വിട്ടുവീഴ്ച പ്രതീക്ഷിക്കേണ്ടത് CPIയിൽ നിന്നാണോ? അതായത് CPIയും പറയുക സ്വാഭാവികമായും ഞങ്ങളുടെ സീറ്റാണ്, അത് ഞങ്ങൾക്ക് വേണം എന്നൊരു ആവശ്യം അവരും ഉന്നയിക്കും. ഇതിലൊരു പരിഹാരത്തിന്റെ ഉള്ള സാധ്യത എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ CPI ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യം അത് CPMനെ സംബന്ധിച്ച് CPM പ്രതീക്ഷിച്ച ഒരു അവകാശവാദമായി തന്നെയാണ് CPMന്റെ നേതാക്കൾ വിലയിരുത്തുന്ന കാര്യം. മാത്രമല്ല, മുന്നണി യോഗത്തിലേക്ക് ഇക്കാര്യം വരുമ്പോൾ CPI ഏതെങ്കിലും തരത്തിൽ അന്വയിപ്പിക്കുക സ്വാഭാവികമായും LDFൽ അത് ചെറിയ പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ടാക്കും. അതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ LDF നേതൃത്വത്തെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും പ്രതിരോധത്തിലാക്കുന്ന കാര്യം. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ CPM അക്കാര്യത്തിൽ എടുക്കുന്ന ഒരു ഫോർമുല അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കണം. പക്ഷേ അത് അങ്ങനെ ആ രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് എം പരസ്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഈ CPIയുടെ അവകാശവാദം അത് മുന്നണിക്കൊരു സമ്മർദ്ദവും CPMനെ സംബന്ധിച്ച് സമ്മർദ്ദവുമാകുക. പലതരത്തിലുള്ള ചർച്ചകൾ ഔദ്യോഗികമായി നടക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. ഗോപികൃഷ്ണൻ. ശരി ഷഫീദ്, ഈ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അവകാശവാദം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്റ്റീഫൻ ജോർജ് ഈ വിഷയത്തിൽ ഇന്നലെ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് ആ പ്രതികരണം കാണാം. ഇനി കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, CPIക്ക് പ്രാതിനിധ്യം ഉണ്ടല്ലോ. CPIക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് CPM ഒന്ന് CPI അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 രാജ്യസഭാ അംഗത്വം കിട്ടി LDFന് കിട്ടിയപ്പോൾ ഒന്നത് CPM ഒന്ന് CPIയുമാണ് അത് എടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേരള കോൺഗ്രസ് അർഹതപ്പെട്ട, നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. ഷഫീദ്, ഇപ്പോൾ നമ്മൾ കേട്ടത് സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണമാണ്. കേരള കോൺഗ്രസ് എമ്മിന് ആകെ ഒരു രാജ്യസഭാ സീറ്റേ ഉള്ളൂ, അത് ജോസ് കെ മാണിയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ഒരൊറ്റ രാജ്യസഭാ സീറ്റ് എന്ന സാഹചര്യത്തിൽ അതിലൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല, അത് കേരള കോൺഗ്രസിന് എമ്മിന് അർഹതപ്പെട്ടതാണ് എന്ന നിലപാടാണ് സ്റ്റീഫൻ ജോർജിനുള്ളത്. എന്ന് പറഞ്ഞാൽ ആ നിലപാടിൽ കേരള കോൺഗ്രസ് എം ഉറച്ചു നിൽക്കുമെന്നാണല്ലോ. പിന്നെ CPIയുടെ കാര്യത്തിലും അദ്ദേഹം പറയുന്നത് CPIക്കും അർഹതപ്പെട്ടൊരു സീറ്റുണ്ട്. ഏതായാലും CPMന് അവിടെ ഒരാളുണ്ട്, പക്ഷേ ഈ 2 സീറ്റുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരു വിട്ടുവീഴ്ച ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകേണ്ടി വരും. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുമായിരിക്കും.
മുന്നണിയെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെ ചെയ്യും. കാരണം നിലവിൽ ഇപ്പോൾ CPI നേതൃത്വം ആലോചിക്കുന്ന അനുസരിച്ച് ബിനോയ് വിശ്വം എന്തായാലും ഇനി മത്സരത്തിനില്ല. സ്വാഭാവികമായും അക്കാര്യത്തിൽ മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കളെ പരിഗണിച്ചുകൊണ്ട് അക്കാര്യത്തിൽ ഉറച്ച അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ് CPI ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. ഇതിനോടകം തന്നെ CPI നേതൃത്വം അത് മുന്നണി യോഗത്തിൽ തന്നെ ഔദ്യോഗികമായി അറിയിക്കുക എന്നൊരു നിലപാടിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യം കൃത്യമായി CPI ഉന്നയിക്കും. ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് ചില നേതാക്കൾ LDF നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് അനൌദ്യോഗിക ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ മുന്നണിക്കുള്ളിൽ ഒരു കാര്യമായ ഒരു ശക്തിയെ നിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായും അത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ LDF നേതൃത്വം എടുക്കുന്ന തീരുമാനം അത് സ്വാഭാവികമായും ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് നിർണായകമായ മാർഗം. മാത്രമല്ല അതിലൊരു രാഷ്ട്രീയ ആകാംക്ഷ കൂടിയുണ്ട്. നിലവിൽ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം വെച്ച് CPI CPM ഇക്കാര്യത്തിൽ പ്രതിനിധികൾ അല്ലെങ്കിൽ അവർക്ക് അക്കാര്യത്തിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. ആ രീതിയിൽ തന്നെ കേരള കോൺഗ്രസും ഇത് ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും മുന്നണിക്കുള്ളിൽ എന്ത് വിട്ടുവീഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ മുന്നണിക്കുള്ളിൽ ഇനി ആരാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ പ്രശ്നപരിഹാര സാധ്യതകളും തെളിഞ്ഞു വരിക. ടോബി ജോൺസൺ നമ്മളോടൊപ്പം ഉണ്ട്. സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണം ടോബി നമുക്ക് എത്തിച്ചു. ടോബി, കേരള കോൺഗ്രസ് എം ഈ കാര്യത്തിൽ, അതായത് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ? ഒരു വിട്ടുവീഴ്ചയിലേക്ക് എന്തായാലും കേരള കോൺഗ്രസ് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് ജോസ് കെ മാണി ഒഴിയുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് തന്നെ അല്ലെങ്കിൽ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഇതിനോടകം തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം UDF ഇരുന്നപ്പോൾ രാജിവെച്ചിട്ടാണ് ആ ഒരു സ്ഥാനം, ആ ഒരു രാജ്യസഭാ സീറ്റ് രാജിവെച്ചതിന് ശേഷമാണ് LDF വന്നത്. അങ്ങനെയാണ് ജോസ് കെ മാണി രാജിവെച്ച സീറ്റിലേക്ക് ജോസ് കെ മാണിയെ പരിഗണിക്കുന്നതും അതിൽ വിജയിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടിയാണ് ആ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നത്. പക്ഷേ പ്രധാന ചർച്ചയായിട്ട് വരിക രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചുള്ള നിലപാടുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDF ചേരുമ്പോൾ LDF ഇക്കാര്യം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗോപികൃഷ്ണൻ, നമുക്കറിയാവുന്നതുപോലെ LDF രണ്ടാമൻ ആര് എന്നുള്ള ഒരു ചർച്ച ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ സജീവമായിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെ തന്നെ മുൻപും പലതവണ ആ ഒരു വിഷയത്തിൽ വലിയ ചർച്ചകൾ, നേർക്കുനേർ പ്രസ്താവനകൾ നടത്തുന്ന ഒരു തരത്തിലേക്ക് CPIയും കേരള കോൺഗ്രസും തമ്മിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമൻ ആര് എന്ന് കരുത്ത് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം ഇരു പാർട്ടികൾക്കുമിടയിൽ നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സീറ്റിലേക്ക് സാഹചര്യത്തിൽ ഈ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ സ്വാഭാവികമായും അതിനൊരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. ഇടതുമുന്നണിയിലെ കരുത്തനായ രണ്ടാമൻ ആര് എന്ന ചോദ്യം കൂടി ഇതിനകത്ത് ഉയർന്നു വരും. സ്വാഭാവികമായും കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ CPIയും രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാനുള്ള സാധ്യതകൾ വിരളമാകുമ്പോൾ അത് ഇടതുമുന്നണിക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഷഫീദ് റാവുത്തർ അതോടൊപ്പം തന്നെ ടോബി ജോൺസൺ ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകുകയായിരുന്നു.